നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഒടുവിൽ VD സതീശൻ തന്നെ കേരള മുഖ്യമന്ത്രി. VD സതീശന്റെ നിയമനം 11 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയത് മറ്റ് 2 നേതാക്കളെ പിന്തള്ളി. കേരളത്തെ നയിക്കാൻ ഉചിതമായ നേതാവാണ് VD സതീശനെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിലെ പ്രമുഖരുമായും നിയുക്ത MLA-മാരുമായി ഹൈക്കമാൻഡ് ചർച്ച ചെയ്താണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചതെന്ന് VK ശ്രീകണ്ഠൻ MP. LDF-നെതിരെയുള്ള ജനവികാരം മാത്രമല്ല, കേരളത്തിലെ വീണ്ടെടുക്കാൻ ബദൽ നയത്തിനുള്ള അംഗീകാരം കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും VK ശ്രീകണ്ഠൻ. ടീം UDF-ന് കിട്ടിയ അംഗീകാരമാണ് VD സതീശന്റെ മുഖ്യമന്ത്രി പദമെന്നും UDF എന്നാൽ കോൺഗ്രസ് മാത്രമല്ലെന്നും മതേതര നിലപാട് സ്വീകരിച്ച് ഒപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ കൂടി പാർട്ടിയാണെന്നും MP. കേരളത്തിലെ ഇടതുഭരണത്തിന്റെ പതനം ജനങ്ങളുടെ ആശയും അഭിലാഷവുമായിരുന്നുവെന്ന് DMF നേതാവ് PK ശശി. ജില്ലയിൽ CPM-നെ തകർത്തത് ജില്ലാ നേതൃത്വമാണെന്നും DMF രാഷ്ട്രീയ ശ്രദ്ധ കേന്ദ്രമായി മാറിയെന്നും അധികാരത്തിന്റെയും ധിക്കാരത്തിന്റെയും വഴി CPM സ്വീകരിച്ചിട്ടും DMF-ലേക്കുള്ള പ്രവർത്തകരുടെ ഒഴുക്ക് തടയാനായില്ലെന്നും PK ശശി. ബംഗാളിൽ CPM തകരാൻ 35 വർഷം വേണ്ടിവന്നെങ്കിൽ കേരളത്തിൽ 10 വർഷം കൊണ്ട് CPM പതനം സംഭവിച്ചെന്നും DMF നേതാവ്. ജില്ലയിൽ ശക്തി തെളിയിച്ച് DMF കൺവെൻഷൻ. മലമ്പുഴ അകമലവാരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് അകമല സ്വദേശി ചന്ദ്രൻ. കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. ചേലക്കര കിള്ളിമംഗലം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാന പരിഭ്രാന്തി പരത്തി. പ്ലാഴി വാഴക്കോട് റോഡിന് സമീപമുള്ള പുരയിടങ്ങളിൽ പ്രവേശിച്ച ആന പനയും തെങ്ങും ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. തൊഴിലാളികളെ അടിമകളാക്കുന്ന ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് CITUവിൻ്റെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ മനുഷ്യച്ചങ്ങല. ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കു നേരെ അന്യായമായി നടക്കുന്ന അധികാരികളുടെ ദുർവിനിയോഗത്തിനെതിരെ DRU CITUവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഷൊർണൂരിൽ. നോയിഡയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും മോദി ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമെതിരെ CITUവിൻ്റെ നേതൃത്വത്തിൽ മണ്ണൂരിലും വാണിയംകുളത്തും മനുഷ്യച്ചങ്ങല. ലഹരിക്കെതിരെ ഒറ്റപ്പാലം മയിലുംപുറം നിവാസികൾ ഒറ്റക്കെട്ട്. ലഹരി വിൽപ്പനക്കാരെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൈകാര്യം ചെയ്യുമെന്നും പോലീസിൽ ഏൽപ്പിക്കുമെന്നും മുന്നറിയിപ്പ്. പ്രദേശത്തെ ലഹരി സംഘങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും ഒരു നാട് ഒറ്റക്കെട്ടായി കൈകോർത്താൽ ഏത് ലഹരി സംഘത്തെയും തുരത്താമെന്നും പ്രദേശവാസികൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒടുവിൽ VD സതീശൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തിരിക്കുന്നു. 11 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് VD സതീശൻ്റെ നിയമനം. മറ്റ് 2 നേതാക്കളെ തള്ളിയാണ് VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേരളത്തെ നയിക്കാൻ ഉചിതമായ ഒരു നേതാവാണ് VD സതീശനെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പറയുന്നു. മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. LDF-നെ പിന്തള്ളി UDF 102 സീറ്റ് നേടി അധികാരത്തിലെത്തിയപ്പോൾ ഇത്തവണ UDF-ന്റെ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും VD സതീശനായിരുന്നു. 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് സതീശൻ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപനവും നടത്തിയിരുന്നു. UDF വിജയത്തിലെത്തിയപ്പോൾ പടം നയിച്ചവൻ കേരളത്തെ നയിക്കട്ടെ എന്നായിരുന്നു പല കോണുകളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നത്. എന്നാൽ VD സതീശന് പുറമെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരും മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഹൈക്കമാൻഡിന് തലവേദനയായി. അങ്ങനെ ഡൽഹിയിൽ നീണ്ട ചർച്ചകൾ. 11 ദിവസം വേണ്ടി വന്നു മുഖ്യമന്ത്രിയെ നിയമിക്കാൻ. ഒടുവിൽ വ്യാഴാഴ്ച ഉച്ചയോടുകൂടി ഹൈക്കമാൻഡ് നിശ്ചയിച്ചു VD സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന്. അതോടെ മറ്റു നേതാക്കൾക്ക് വിയോജിപ്പ് ഉണ്ടാകുമെങ്കിലും ഹൈക്കമാൻഡ് അതൊന്നും കണക്കിലെടുക്കാതെ VD സതീശനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിക്കുകയായിരുന്നു. VD സതീശനെ അനുകൂലിക്കുന്ന നേതാക്കളും അണികളും ഏറെ സന്തോഷത്തിൽ. കാത്തിരിപ്പിന് വിരാമമായി ഒടുവിൽ VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക്. നാടിനെ നയിക്കാൻ ഉചിതമായ നേതാവ് VD സതീശൻ തന്നെയാണെന്നും ഏറെ സന്തോഷമുണ്ടെന്നും ഷൊർണൂരിലെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പറയുന്നു. കോൺഗ്രസ് യഥാർത്ഥ ജനാധിപത്യ രീതിയിൽ കഴിഞ്ഞ 10 ദിവസമായി എല്ലാ തലങ്ങളിലും നേതൃത്വത്തിലുള്ളവരും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വോട്ട് ചെയ്തവരുടെ എല്ലാവരുടെയും കൂട്ടമായ അഭിപ്രായം ശേഖരിച്ച് ശരിയായ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ളത് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു. അതിനെടുത്ത കാലതാമസം ജനങ്ങളുടെ മനസ്സിൽ വലിയ വിഷമങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കാലതാമസം വന്നാലും എടുത്ത തീരുമാനം ശരിയായിരുന്നു, അല്ലെങ്കിൽ ശരിയുടെ ഭാഗത്തുള്ള തീരുമാനമായിരുന്നു. എന്തായാലും
കേരളത്തിൽ നല്ലൊരു ഭരണം, വളരെ സത്യസന്ധമായ രീതിയിൽ കേരളത്തിലെ ജനമനസ്സറിഞ്ഞുകൊണ്ടിട്ടുള്ളൊരു ഭരണം ഈ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. വലിയൊരു പുകമറക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ വന്നിരിക്കുകയാണ്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നിരുന്നത് പോലെ തന്നെ വി.ഡി. സതീശൻ വന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. എല്ലാവരും കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ചർച്ച കുറച്ച് വൈകിപ്പോയി, എന്നിരുന്നാലും നല്ല ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്. ഏറെ സന്തോഷത്തിലാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോൺഗ്രസിലെ പ്രമുഖരുമായും നിയുക്ത MLA-മാരുമായി ഹൈക്കമാൻഡ് ചർച്ച ചെയ്താണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചതെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. LDF-നെതിരെയുള്ള ജനവികാരം മാത്രമല്ല, കേരളത്തെ വീണ്ടെടുക്കാനുള്ള ബദൽ നയത്തിന് കൂടിയുള്ള അംഗീകാരം കൂടിയാണ് തെരഞ്ഞെടുപ്പെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ടീം UDF-ന് കിട്ടിയ അംഗീകാരമാണ് വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി പദമെന്നും UDF എന്നാൽ കോൺഗ്രസ് മാത്രമല്ലെന്നും മതേതര നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗ് ഒപ്പം നിൽക്കുന്ന പാർട്ടിയാണ് UDF എന്നും വി.കെ. ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 3 പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചതിൽ നിന്നാണ് സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് സാമ്പത്തികമായും സാമൂഹികമായും തകർന്ന കേരളത്തെ വീണ്ടെടുക്കാൻ വി.ഡി. സതീശൻ കേരളത്തിൽ പുതുയുഗയാത്ര നടത്തി. യാത്രയ്ക്കിടെ എല്ലാ മേഖലയിലെയും വിദഗ്ധരുമായി ചർച്ച നടത്തി. ഇത്തരത്തിൽ ശാംശീകരിച്ച ആശയങ്ങൾക്ക് കൂടി ലഭിച്ച അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് വിജയം. ഒപ്പം വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി പദവുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. കേരളത്തെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാനാണ്. സാമ്പത്തികമായി അരാജകത്വമാണ്, സാമൂഹ്യമായിട്ടുള്ള ഭീതിജനകമായ സാഹചര്യമാണ്. തൊഴിലില്ലാതെ വിദ്യാഭ്യാസവും ആരോഗ്യവും ആ മേഖലയെല്ലാം വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയിൽ എങ്ങനെ കേരളത്തെ രക്ഷിക്കും? അപ്പോൾ കേരളത്തെ രക്ഷിക്കാനുള്ള വ്യക്തമായ അജണ്ടകളുമായി അത് അദ്ദേഹം ഒറ്റയ്ക്കല്ല, ടീം UDF അത് സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും, കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, മലയോര കർഷകരുടെ കാര്യം, അതുപോലെ തീരദേശ മേഖലയിൽ, പൊതുവായി എല്ലാ മേഖലയിലുമായിട്ട് വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത ഒരു അജണ്ടയായിരുന്നു പുതുയുഗയാത്ര. തെരഞ്ഞെടുപ്പിന്റെ നായകത്വം വഹിച്ച വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് പരിഗണിക്കുകയായിരുന്നു. ടീം UDF-ന് കിട്ടിയ അംഗീകാരമാണ് സതീശന്റെ മുഖ്യമന്ത്രി പദം. UDF എന്നാൽ കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗ് മതേതര നിലപാട് സ്വീകരിച്ച് UDF-നൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. മുന്നിൽ നിന്ന് പോരാടിയ സതീശന് താങ്ങും തണലുമായി നിന്നത് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും പിന്തുണ നൽകി. വർഷങ്ങളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പാലക്കാടിന് നല്ല പിന്തുണ സതീശനിൽ നിന്ന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ചെന്നിത്തല പ്രമുഖരുമായി ഉൾപ്പെടെ ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തിയാണ് പ്രഖ്യാപനം നടത്തിയത്. UDF-നെതിരെ വർഗീയത ഉൾപ്പെടെ ഇളക്കിവിടുന്ന CPM BJP-യും ജനങ്ങൾ ഇളക്കിവിട്ടു. UDF-നെതിരായ എല്ലാ ആരോപണങ്ങളെയും ജനം തള്ളിക്കളഞ്ഞതായും വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ ഇടതുഭരണത്തിൻ്റെ പതനം ജനങ്ങളുടെ ആശയവും അഭിലാഷവുമാണെന്ന് DMF നേതാവ് P.K. ശശി. ജില്ലയിൽ CPM-നെ തകർത്തത് ജില്ലാ നേതൃത്വമാണെന്നും DMF രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി മാറിയെന്നും അധികാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴി CPM സ്വീകരിച്ചിട്ടും DMF-ലേക്കുള്ള പ്രവർത്തകരുടെ ഒഴുക്ക് തടയാനായില്ലെന്നും P.K. ശശി പറഞ്ഞു. ബംഗാളിൽ CPM തകരാൻ 35 വർഷം വേണ്ടി വന്നെങ്കിലും കേരളത്തിൽ 10 വർഷം കൊണ്ട് പതനം പൂർത്തിയായെന്നും ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ P.K. ശശി പറഞ്ഞു. കാലാകാലമായി LDF മാത്രം ജയിക്കുന്ന ചിറ്റൂർ അസംബ്ലി മണ്ഡലം ഇത്തവണ ജയിച്ചത് UDF ആണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ജയിച്ച MLA, നിയുക്ത MLA സുമേഷ് അച്യുതൻ എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ശശിയേട്ട, ഈ വിജയം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഞങ്ങളുടെ പ്രവർത്തകരെക്കാൾ കൂടുതൽ DMF-ന്റെ പ്രവർത്തകരായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏറ്റവും സജീവമായി ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മൾ നടത്തിയ രാഷ്ട്രീയമായ ദൗത്യമുണ്ടല്ലോ, നമ്മൾ നടത്തിയ രാഷ്ട്രീയമായ ഇടപെടലുണ്ടല്ലോ, ആ ഇടപെടൽ സാർത്ഥകമായി എന്നെനിക്ക് ബോധ്യപ്പെട്ടു. മാസങ്ങൾ കൊണ്ട് തന്നെ DMF രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി മാറിയെന്നും അധികാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴി CPM സ്വീകരിച്ചിട്ടും DMF-ലേക്കുള്ള ഒഴുക്ക് തടയാനായില്ലെന്നും മാർച്ച് 5-ന് നടത്തിയ ജില്ലാ കൺവെൻഷനിൽ പങ്കെടുത്ത സഹകരണ മേഖലയിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ CPM പ്രതികാര നടപടി സ്വീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ LDF-ന്റെ കൈവശമുണ്ടായിരുന്ന 3 സീറ്റുകൾ നഷ്ടപ്പെടാനും UDF-ന് എല്ലായിടത്തും മുന്നേറ്റമുണ്ടാക്കാനും കഴിഞ്ഞത് DMF-ന്റെ പ്രവർത്തനവും ശക്തിയും കൊണ്ടാണ്. 2021 മുതൽ 2026 വരെയുള്ള CPM നേതൃത്വം ജില്ലയിൽ നടത്തിയത് അധികാരത്തിൻ്റെ ദുർവിനിയോഗമാണ്. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ഭൂമി കച്ചവടത്തിൻ്റെയും മേലെ പണസമ്പാദനത്തിന് മേലെയായിരുന്നു CPM-ന്റെ നേതൃത്വം പ്രവർത്തിച്ചത്. ബംഗാളിൽ
CPM തകരാൻ 35 വർഷം വേണ്ടി വന്നുവെങ്കിൽ കേരളത്തിൽ 10 വർഷം കൊണ്ട് പതനം പൂർത്തിയായി. കഴിഞ്ഞ 5 വർഷം തങ്ങൾ അനുഭവിച്ച ദുരിതവും പീഡനവും മറക്കില്ല. കേരളത്തിൽ CPM ഉൾപ്പെടെയുള്ള ഇടത് ആശയ സംഘടനകളുമായി ചേർന്ന് ഐക്യനിര കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണെന്നും PK ശശി പറഞ്ഞു. DMF നേതാക്കളായ A. സതീഷ്, ബാലൻ കിഴക്കഞ്ചേരി, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ അകമലവാരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അകമലവാരം സ്വദേശി 55 വയസ്സുള്ള ചന്ദ്രനാണ് മരണപ്പെട്ടത്. ചന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. കടുത്ത ചൂട് കാരണം വീടിന് സമീപത്തുള്ള പുളിമരച്ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെ 4:30യോടെയാണ് സംഭവം നടന്നത്. ചന്ദ്രനോടൊപ്പം മറ്റ് 2 പേർ കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവർ ഓടി രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന പരാതി നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കര മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം. കിള്ളിമംഗലം ഉടുവാടിയിൽ സംസ്ഥാന പാതയോരത്ത് തൊട്ടരികിലുള്ള ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചത്. പ്ലാഴി വാഴക്കോട് റോഡിന് സമീപമുള്ള പുരയിടത്തിൽ പ്രവേശിച്ച ആന പനയും തെങ്ങും ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു. പള്ളത്ത് അബ്ബാസ്, പള്ളത്ത് ഹനീഫ എന്നിവരുടെ വീടിന് തൊട്ടുപിന്നിലെത്തിയ ആന പ്ലാവിലെ ചക്കകൾ ഭക്ഷിക്കുകയും ബാക്കിയുള്ളവ ചവിട്ടി നശിപ്പിക്കുകയും ചെയ്തു. ഉടുവാടി സെന്ററിന് സമീപമുള്ള അഷ്റഫിന്റെ പറമ്പിലും കളപ്പുര തട്ടയിൽ ജോർജിന്റെ വീടിന് പരിസരത്തും ആനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാതിരിക്കുന്നത് വലിയൊരു അപകടം ഒഴിവായി. സംസ്ഥാന പാതയ്ക്ക് തൊട്ടടുത്തുള്ള വീടുകളിൽ പോലും ആനയെത്തുന്നത് നാട്ടുകാരെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൊഴിലാളികളെ അടിമകളാക്കുന്ന ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CITUവിൻ്റെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ മനുഷ്യച്ചങ്ങല തീർത്തു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. നോയിഡയിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പാക്കുക, തൊഴിലാളികളെ അടിമകളാക്കുന്ന ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CITU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുളപ്പുള്ളിയിൽ മനുഷ്യച്ചങ്ങല തീർത്ത്. നിരവധി പേർ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് 2027 വരെ അത് നടപ്പാക്കാൻ സാധിക്കാതിരുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ രാജ്യത്ത് തങ്ങളുടെ ഭരണം തുടരുന്നതിന് ജനാധിപത്യ പ്രക്രിയ തടസ്സമായില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിയമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള പരീക്ഷണം നടത്തി വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ലേബർ കോഡുകൾ നടപ്പാക്കുന്നതായി കഴിഞ്ഞ നവംബർ 21-ന് നോട്ടിഫിക്കേഷൻ നടത്തി. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം, ബംഗാളിലടക്കം ബംഗാളിലെ ഗവൺമെന്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വേറെ നിൽക്കട്ടെ. ND ദിൻഷാദ്, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കു നേരെ അന്യായമായി നടക്കുന്ന അധികാരികളുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ DRU CITUവിൻ്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂരിൽ പ്രതിഷേധ പരിപാടി നടത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു പ്രതിഷേധം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി RG പിള്ള ഉദ്ഘാടനം ചെയ്തു. അധ്വാനഭാരം കിട്ടുന്നതായാലും ഒരു സമയത്തെ സംബന്ധിച്ചായാലും മറ്റ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടുന്ന ന്യായമായ തൊഴിലുകൾ, അവകാശങ്ങൾ ഇതിന് ഒന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള നിലയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജേഷ്, P. രഘുനാഥൻ, KK കേശവൻ, മണി, മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് നേരെ അന്യായമായി നടക്കുന്ന അധികാരികളുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെയും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് DREU CITUവിൻ്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നോയിഡയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് CITU മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. PKS ജില്ലാ സെക്രട്ടറി OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. 12 മണിക്കൂറും 13 മണിക്കൂറും പണിയെടുക്കുകയാണ്. ഈ 8 മണിക്കൂറിന് ശേഷമുള്ള തൊഴിലാണെങ്കിൽ ഓവർ ടൈമിനുള്ള അധിക വേതനം നൽകുന്നില്ല. ഈ തൊഴിലാളികൾ 10-12 മണിക്കൂർ പണിയെടുക്കുമ്പോൾ അവർക്ക് ലഭ്യമാവുന്ന വേതനം എന്ന് പറയുന്നത് 12,000-13,000 രൂപയാണ്. മിനിമം വേതനം നടപ്പിലാക്കണമെന്ന കാര്യം ഒരു സംസ്ഥാനത്തും അതിന് വേണ്ട തയ്യാറെടുപ്പുകളോ ഇടപെടലുകളോ നടത്തുന്നില്ല.
നമ്മൾ ആവശ്യപ്പെടുന്നത് CIT ആവശ്യപ്പെടുന്നത് മിനിമം വേതനം നടപ്പിലാക്കണമെന്നാണ്. വി മോഹൻ അധ്യക്ഷത വഹിച്ചു. PP പീതാംബരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ തൊഴിലാളി നേതാക്കളായ VS നിസാർ, MK മനോജ്, K ശ്രീദേവി, AK ജയശ്രീ, പുഷ്പമണി, OM മുരളി, പ്രമോദ് മണിക്കർ, അജിത് രാജ്, രാജേഷ്, TR ഗോകുൽദാസ് എന്നിവർ സംസാരിച്ചു. ജോൺസൺ ജേക്കബ് സ്വാഗതവും വി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മോദി ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CITU വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യചങ്ങല തീർത്തു. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അതിനെയൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന ലേബർ നിയമങ്ങളുണ്ടായിരുന്നു, തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ, തൊഴിലെടുക്കുമ്പോഴുള്ള സംരക്ഷണങ്ങൾ, അതുമായി തൊഴിൽ സുരക്ഷിതത്വം, അതുപോലെ തന്നെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരമുള്ള നിയമങ്ങൾ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അപര്യാപ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ നിലവിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് സേവന വേതന വ്യവസ്ഥകളും മറ്റും വർദ്ധിപ്പിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. KP സുധീർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം K ഗംഗാധരൻ, M ഗോപാലകൃഷ്ണൻ, TP ഭാസ്കരൻ, K കൃഷ്ണകുമാർ, K ശ്രീജ, DB രഘുനാഥ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലഹരിക്കെതിരെ ഒറ്റപ്പാലം മയിലുംപുറം നിവാസികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട്. ലഹരി വിൽപ്പനക്കാരെ ശ്രദ്ധയിൽപ്പെട്ടാൽ ചെയ്യുമെന്നും പോലീസിൽ ഏൽപ്പിക്കുമെന്നും ഇവരുടെ മുന്നറിയിപ്പ്. ഇതോടെ ലഹരി മാഫിയ സംഘങ്ങൾ പ്രദേശത്ത് എത്തുന്നത് കുറഞ്ഞിട്ടുണ്ടെന്നും ഒരു നാട് ഒറ്റക്കെട്ടായി കൈകോർത്താൽ ഏത് ലഹരി സംഘങ്ങളെയും തുരത്താമെന്നും പ്രദേശനിവാസികൾ പറയുന്നു. രാത്രികാലമായാൽ പുറമേ നിന്നെത്തുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ ശല്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ നാട്ടുകാർ എല്ലാവരും സംഘടിച്ചിറങ്ങി. ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്ന പ്രദേശത്ത് ആദ്യപടിയായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ബോർഡ് സ്ഥാപിച്ചു. ഒറ്റപ്പാലം മയിലുംപുറത്തിനടുത്തുള്ള കുന്നുംപുറം നിവാസികളാണ് ലഹരി സംഘങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ട് ബോർഡ് സ്ഥാപിച്ചത്. മയിലുംപുറത്തും പരിസര പ്രദേശങ്ങളിലും നിരോധിത ലഹരി വസ്തുക്കളായ കഞ്ചാവ്, MDMA ഉപയോഗം, വിപണനവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കൈകാര്യം ചെയ്യുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ഭാവി തലമുറയെ ലഹരിയിൽ നിന്നും മുക്തരാക്കാൻ ഏതു വിധേനയും ശ്രമിക്കുന്നതാണ്. ബോർഡിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്. ബോർഡ് സ്ഥാപിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരണത്തിന് പിന്നാലെ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നിരീക്ഷണം കൂടി ഉറപ്പാക്കി. ഇതോടെ ലഹരി മാഫിയ സംഘങ്ങൾ പ്രദേശങ്ങളിലെത്തുന്നത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നാടൊന്നാകെ കൈകോർത്താൽ ഏത് ലഹരി സംഘങ്ങളെയും ഒരു പരിധിവരെ തുരത്താനാകുമെന്ന് ഒറ്റപ്പാലം മയിലുംപുറം പ്രദേശവാസികൾ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. നമ്മൾ പരിചയമില്ലാത്ത കുറേ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 25 വയസ്സിനൊക്കെ താഴെയുള്ള പിള്ളേർ ഈ പാടത്ത് വന്നിട്ട് നമ്മൾ ഈ മാരകമായ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കലും പിന്നെ വിൽക്കലും ഒക്കെയാണ് കാണാൻ പറ്റിയത്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ജനങ്ങളുടെ ഇടയിൽ കാണാൻ പറ്റിയത്. അത് കുറേ നേരം നമ്മൾ വാണിംഗ് കൊടുത്തു, പക്ഷെ അത് നിൽക്കണില്ല. പിന്നെ ഇതിനെ എക്സൈസും ഡെയിലി രാത്രി 10-11 മണിക്ക് എക്സൈസും പോലീസും വന്നിട്ട് ഡെയിലി ഇതിനെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ കൂടി രാത്രി നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതൊരു വാണിംഗ് എന്ന രീതിയിലാണ് ഈ ഫ്ലെക്സ് വെക്കാൻ കാരണം. പിന്നെ ബാക്കിയുള്ള നടപടികൾ പോലീസിനെ ഏൽപ്പിക്കുക വഴിയാണ് പറഞ്ഞത്. നാട്ടുകാരുടെ പിന്തുണ ഉണ്ട്, ഉള്ള ജനങ്ങൾ മൊത്തം സപ്പോർട്ടാണ് ഇതിൽ. പിന്നെ ഇനി വരും തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുള്ള കാലത്തോളം നടക്കില്ല എന്നൊരു വാണിംഗാണ് നമ്മൾ മൊത്തത്തിൽ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണാസി മേട് പ്രദേശത്തെ വാഹനാപകടം. കയറ്റം കയറിയ ചരക്ക് ലോറി തകരാറിനെ തുടർന്ന് പുറകോട്ടിറങ്ങി ഡ്രൈനേജിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിലാണ് വാടനാംകുറിശി മേട് പ്രദേശത്തെ പാതയിലെ ഇറക്കത്തിൽ വാഹനാപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തുനിന്നും കുളപ്പുള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ കയറ്റം കയറുന്ന സമയത്ത് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ചരക്ക് ലോറി പെട്ടെന്ന് പുറകോട്ട് വരികയായിരുന്നു. അല്പദൂരം പുറകോട്ട് വന്ന ലോറി പിന്നീട് ഡ്രൈനേജിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു. പിൻഭാഗത്തെ ഒരു ഭാഗം ചക്രം ഡ്രൈനേജിൽ കുടുങ്ങിയ ചരക്ക് ലോറി ഒരു ഭാഗം ചെരിഞ്ഞാണ് നിന്നത്. ആ സമയം പുറകോട്ട് വരുന്നതിനിടെ ഒരു കാറിൻ്റെ സൈഡ് വശത്തെ തട്ടി
കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം ഇരു വാഹനങ്ങളിലും സഞ്ചരിച്ചവർക്ക് പരിക്കുകളൊന്നും സംഭവിച്ചില്ല. പുറകിലേക്ക് വന്ന ലോറിയുടെ പുറകുവശത്തെ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശിനി റഹീന തനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിന് പിന്നിൽ ഗൂഢസംഘമാണെന്ന് വല്ലപ്പുഴ സ്വദേശി ഷാജഹാൻ ബാബു. റഹീനയുടെ അക്കൗണ്ടിലേക്ക് വന്ന 2 കോടിയിൽ പരം രൂപ കോടതി ഫ്രീസ് ചെയ്തിരുന്നു. എഗ്രിമെൻ്റ് പ്രകാരം സമൂഹ വിവാഹത്തിന് റഹീന തരേണ്ട തുക തരാതിരിക്കാനാണ് കള്ളക്കഥ മെനഞ്ഞതെന്നും ഷാജഹാൻ ബാബു പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദരിദ്ര കുട്ടികളുടെ വിവാഹത്തിന്റെ പേരിൽ റഹീന വ്യാപക പിരിവ് നടത്തുകയും ഇതിലൂടെ 2,11,54,614 രൂപ അക്കൗണ്ടിലെത്തുകയും ചെയ്തിരുന്നു. ഈ തുക കോടതി ഫ്രീസിംഗ് ചെയ്തിരുന്നു. കോടതി നടപടികൾ ഒഴിവാക്കി കിട്ടാനാണ് തന്നെ സമീപിച്ചത്. 30 കുട്ടികളുടെ സമൂഹ വിവാഹത്തിന് വേണ്ട ധനസഹായം അനുവദിക്കണമെന്ന എഗ്രിമെന്റ് പ്രകാരമാണ് കോടതി കാര്യത്തിൽ ഇടപെട്ട് പണം അൺഫ്രീസിംഗ് ആക്കി കൊടുത്തത്. ഈ തുകയിൽ നിന്ന് 65 ലക്ഷം നൽകി വീട് വാങ്ങിക്കുകയും മറ്റൊരാൾക്ക് 50 ലക്ഷം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ തുകയിൽ നിന്നാണ് റഹീനയുടെ മകളുടെ വിവാഹം നടത്തിയത്. എഗ്രിമെന്റ് പ്രകാരം 30 യത്തീം കുട്ടികളുടെ കല്യാണത്തിനാണ് പണം തരേണ്ടതെങ്കിലും 17 കുട്ടികളുടെ സമൂഹ വിവാഹത്തിനാണ് റഹീന പണം നൽകിയത്. ഒരു കുട്ടിക്ക് 4 പവൻ സ്വർണം വീതം വാങ്ങിച്ചത് റഹീനയാണ്. ഇനി 13 കുട്ടികളുടെ വിവാഹത്തിന് പണം തരേണ്ട റഹീന ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് റഹീന ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും ഷാജഹാൻ ബാബു പറഞ്ഞു. അപ്പൊ ആ ഫണ്ട് കിട്ടുകയാണെങ്കിൽ 30 കുട്ടികളെ കല്യാണം നടത്താനുള്ള എക്സ്പെൻസ്, കാരണം അതിന്റെ ചെലവ്, അതിന്റെ കൈകാര്യങ്ങൾ ഈ 2 കോടി ആര് ചെയ്തു തരണം? ഈ സ്ത്രീ ചെയ്തു തരണം. ഓക്കെ. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചു, നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി, നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ നോക്കു പറഞ്ഞിട്ട് നോക്കി. പിന്നീട് എന്നെ വീണ്ടും സമീപിച്ചു. ഓക്കെ, വില്ലിംഗ് ആണ്. അപ്പൊ ഞാൻ ഈ എഴുതുന്ന എഗ്രിമെന്റും ഈ മുദ്ര പേപ്പറും ഇതിന്റെ ഡേറ്റും വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ റീപെറ്റീഷൻ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് ഹൈക്കോടതിയിൽ ഈ എഗ്രിമെന്റ് എഴുതിയതിന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഇത് ജനുവരി 1-ാം തീയതി ആണെങ്കിൽ ജനുവരി എൻഡിലാണ് എന്ത് ചെയ്യുന്നത്, ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. അപ്പൊ ഇത് കുടിച്ചു പറിച്ച് എഴുതി ഒപ്പിട്ടതല്ല. ഈ എഗ്രിമെന്റ് വാങ്ങിച്ചതിന് ശേഷം ഹൈക്കോടതിയിൽ പോകുന്നത്. അപ്പൊ ഈ എഗ്രിമെന്റിന്റെ കോപ്പി നിങ്ങൾ എന്തായാലും വാങ്ങിക്കണം. ഷാഫി വരും കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് മീൻ മാർക്കറ്റിന് സമീപം പതിറ്റാണ്ടുകളായി കെട്ടിക്കിടന്നിരുന്ന വൻ മാലിന്യശേഖരം നീക്കം ചെയ്യുന്ന നടപടികൾക്ക് നഗരസഭ അധികൃതർ തുടക്കം കുറിച്ചു. മുൻകാലങ്ങളിൽ മത്സ്യങ്ങൾ പൊതിഞ്ഞു വന്നിരുന്ന തെർമോകോൾ, പനമ്പറമ്പ് തുടങ്ങിയ അശാസ്ത്രീയമായി നിക്ഷേപിച്ച വസ്തുക്കളാണ് ഇവിടെ കുന്നുകൂടി കിടക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായതിനാലുള്ള നിയമപ്രശ്നങ്ങളും കാലപ്പഴക്കവും ചെന്ന മാലിന്യം തരംതിരിക്കുന്നതിലൂടെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും മാർക്കറ്റ് കരാറുകൾ മാറി വന്നതിലെ ആശയക്കുഴപ്പങ്ങളും മൂലം പതിറ്റാണ്ടുകളായി തുറന്നു പോകുന്ന പ്രതിസന്ധികൾ പരിഹരിച്ചാണ് നഗരസഭയുടെ ഈ ക്രിയാത്മകമായ ഇടപെടൽ. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയ സംസ്കരണത്തിനായി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറാനാണ് തീരുമാനം. പ്രദേശം ശുദ്ധീകരിച്ച ശേഷം വീണ്ടും മാലിന്യ കൂമ്പാരം ഉണ്ടാകാതിരിക്കാൻ വ്യാപാരികളുമായി ചർച്ചകൾ പൂർത്തിയാക്കി നഗരസഭ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതോടെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ 2022 നഗരസഭ ആരംഭിച്ച പരിശ്രമങ്ങൾക്ക് പരിഹാരമായി. പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥയുള്ള മീൻ മാർക്കറ്റിൽ നിന്നുള്ള വേസ്റ്റാണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ആ മീൻ പൊതിഞ്ഞ് വന്നിരുന്ന പാക്കിംഗ് മെറ്റീരിയൽസാണ് അവിടെ നിക്ഷേപിച്ചത്. അത് സ്വകാര്യ പറമ്പിലാണ് നിക്ഷേപിച്ചിരുന്നത്. 2022 നമ്മളത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ തുടങ്ങി. ആ സമയത്ത് സ്വകാര്യ പറമ്പിൽ മാലിന്യം മാറ്റുന്നത് സംബന്ധിച്ച് കുറേ സങ്കീർണ നിയമക്കുറുക്കുകളുള്ളതുകൊണ്ട് അത് ചർച്ചകൾ കുറച്ച് നീണ്ടുപോയി. മാത്രമല്ല അത് എടുത്തു മാറ്റി വീണ്ടും വരാതിരിക്കാനുള്ള സിസ്റ്റം കൂടെ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വ്യാപാരികളായിട്ട് നമ്മൾ മീറ്റിംഗ് നടത്തി, പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനമായിട്ട് നമ്മൾ ചർച്ചകൾ നടത്തി, സ്ഥല ഉടമസ്ഥ ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളതിന്റെ ക്വാണ്ടിഫിക്കേഷൻ ഏകദേശം കണക്കാക്കി അത് ക്ലീൻ കേരള കമ്പനി കൈമാറുന്ന നടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവൃത്തിയുടെ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല നിർവഹിച്ചു. പരുത്തിപ്പാറ ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വെച്ചായിരുന്നു നഗരസഭാതല ഉദ്ഘാടനം നടന്നത്. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനും അത് കൃത്യമായി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ വ്യാഴാഴ്ചയാണ് പ്രവൃത്തികൾക്ക് തുടക്കമായത്. പരുത്തിപ്പാറ ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ നടന്ന ശുചീകരണ പ്രവൃത്തികളുടെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ പി നിർമ്മല നിർവഹിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി നഗരസഭാ തലത്തിലുള്ള ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്.
വർഷക്കാലം വരുന്നതിന് മുൻപായി രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാടും പമ്പയെല്ലാം വിട്ടുകെട്ടി വൃത്തിയാക്കുകയും അതുപോലെ തന്നെ ചാലുകൾ വൃത്തിയാക്കുകയും ചെയ്യുകയാണ്. രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കി വരുന്നത്. ഈ നഗരസഭാ തലത്തിലുള്ള പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ വൈസ് ചെയർമാൻ VK അനുരാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർമാരായ മുഹമ്മദ് ആഷിഖ്, രജിത പ്രസന്ന, സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിലാളികൾ ശുചീകരണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. ഇത്തരത്തിൽ മറ്റു വാർഡുകളിലും ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നുണ്ട്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലും പ്രധാന കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 32 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച വേങ്ങശ്ശേരി അകവണ്ട 8-ാം വാർഡ് പുൽപ്പറ്റ മുത്തിക്കാട് അങ്കണവാടി ഹെൽപ്പർ ശുചിയിലേക്ക് നാടിൻ്റെ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം നിയുക്ത ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടികളെ സംരക്ഷിക്കാനുള്ള ജനകീയ കരുതലുണ്ടാകണമെന്നും നാടിൻ്റെ പ്രദേശത്തെ എല്ലാത്തിൻ്റെയും പൊതുയിടങ്ങളായി അംഗൻവാടികളെ മാറ്റണമെന്നും നിയുക്ത MLA A പ്രേംകുമാർ പറഞ്ഞു. എന്തെല്ലാം ഡേറ്റയാണ് നമ്മുടെ അംഗൻവാടികളിൽ? ഈ പ്രദേശത്തെ കുട്ടികളെ സംബന്ധിച്ച വിവരങ്ങൾ മാത്രമല്ല, കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ ആരെല്ലാമാണ്, അതുപോലെ തന്നെ ഗർഭിണിയായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ, അവരെ സംബന്ധിച്ചുള്ള വിവരം, മുലയൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ചുള്ള വിവരം, നമ്മുടെ പ്രദേശത്തെ വിധവകളായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള സഹോദരിമാരെ സംബന്ധിച്ചിട്ടുള്ള വിവരം, പ്രായം ചെന്നവരെ സംബന്ധിച്ചിട്ടുള്ള വിവരം. വിരമിച്ച ടീച്ചർക്ക് MLA സ്വന്തം നിലയിലും ആദ്യം പൊന്നാട നൽകി ആദരിച്ചു. തുടർന്ന് സഹപ്രവർത്തകരും നാട്ടുകാരും ടീച്ചർക്ക് ഉപഹാരം കൈമാറി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. P വിജയലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു. CDPO ശ്രീജ മുഖ്യാതിഥിയായി. ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ സംസാരിച്ചു. സുശീല ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. വാർഡംഗം PC സുരേഷ് കുമാർ സ്വാഗതവും നന്ദുമോൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭയിൽ ജനപ്രതിനിധികൾക്കും നഗരസഭാ ജീവനക്കാർക്കും CPR പരിശീലനവും ബോധവൽക്കരണവും നൽകി. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല നിർവഹിച്ചു. ഡോക്ടർ ഹൃത്തിക് ക്ലാസ് എടുത്തു. ഷൊർണൂർ നഗരസഭയിലെ ജനപ്രതിനിധികൾക്കും നഗരസഭാ ജീവനക്കാർക്കുമായാണ് CPR പരിശീലനവും ബോധവൽക്കരണവും നൽകിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിശീലനം. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല നിർവഹിച്ചു. ഒരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെ നൽകണം എന്നുള്ളതും അതൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതിനു വേണ്ട എല്ലാ പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇതിനെ അറിവില്ലായ്മ മൂലം ഒരാളുടെ ജീവൻ പൊലിഞ്ഞു പോരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഇത് ഇവിടെ നഗരസഭാ തലത്തിൽ നടത്തിയതിനു ശേഷം എല്ലാ വാർഡുകളിലും ഈ ക്ലാസ് നടത്താനുള്ള ഒരു ഉദ്ദേശമാണ് നമ്മുടെ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. വൈസ് ചെയർമാൻ VK അനുരാജ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സന്ധ്യ, സിന്ധു, സൗമ്യ, സെക്രട്ടറി PS രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് CPRനെ സംബന്ധിച്ച് ഡോക്ടർ ഹൃത്തിക് പരിശീലനം നൽകി. അതിനു മുന്നേ ഹൃദയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കാറിൽ അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് ഒരു എഞ്ചിൻ ഉള്ളതുപോലെ നമ്മുടെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു എഞ്ചിൻ, ആ ശരീരത്തിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ ഹാർട്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അവയവങ്ങളിലേക്കും ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഹൃദയത്തിന്റെ സ്പന്ദനമാണ് സഹായിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു നിമിഷം ഈ ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിലേക്കുള്ള ബ്ലഡ്, ശരീരത്തിലെ വിവിധ അവയവങ്ങളിലേക്കുള്ള ബ്ലഡ്, പ്രധാനമായിട്ടും തലച്ചോറ് പോലുള്ള അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് എത്തുന്നത് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും തലച്ചോറിലേക്കൊക്കെ ബ്ലഡ് വഴിയുള്ള ഓക്സിജൻ എത്തിയില്ലെങ്കിൽ അടുത്ത് മരണമാണ് സംഭവിക്കുന്നത്. ഇനി അതിന്റെ സമയത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്തുകൊണ്ടാണ് CPR ഇത്ര ഇമ്പോർട്ടന്റ്, ഇത്ര പെട്ടെന്ന് എന്തിന് CPR കൊടുക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ പറയുന്ന തലച്ചോറിലേക്ക് രക്തം എത്താൻ 4 മിനിറ്റ്, ഈ രക്തത്തിൽ കൂടെയാണ് ഓക്സിജൻ എത്തുന്നത്, ഈ രക്തം എത്താൻ 4 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിക്കും. 1 മണിക്കൂറോളം നേരം പരിശീലനം നീണ്ടുനിന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് 33 പട്ടികജാതി
ബിരുദ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേശന വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ബാസി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ അംബിക, V ബാബു, മിനിമോൾ, പഞ്ചായത്ത് അംഗം രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്ലോറി മോൾ സ്വാഗതവും പട്ടികജാതി പ്രൊമോട്ടർ രശ്മി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒടുവിൽ VD സതീശൻ തന്നെ കേരള മുഖ്യമന്ത്രി. VD സതീശന്റെ നിയമനം 11 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയത് മറ്റ് 2 നേതാക്കളെ പിന്തള്ളി. കേരളത്തെ നയിക്കാൻ ഉചിതമായ നേതാവാണ് VD സതീശനെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിലെ പ്രമുഖരുമായും നിയുക്ത MLA-മാരുമായി ഹൈക്കമാൻഡ് ചർച്ച ചെയ്താണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചതെന്ന് VK ശ്രീകണ്ഠൻ MP. LDF-നെതിരെയുള്ള ജനവികാരം മാത്രമല്ല, കേരളത്തിലെ വീണ്ടെടുക്കാൻ ബദൽ നയത്തിനുള്ള അംഗീകാരം കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും VK ശ്രീകണ്ഠൻ. ടീം UDF-ന് കിട്ടിയ അംഗീകാരമാണ് VD സതീശന്റെ മുഖ്യമന്ത്രി പദമെന്നും UDF എന്നാൽ കോൺഗ്രസ് മാത്രമല്ലെന്നും മതേതര നിലപാട് സ്വീകരിച്ച് ഒപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ കൂടി പാർട്ടിയാണെന്നും MP. കേരളത്തിലെ ഇടതുഭരണത്തിന്റെ പതനം ജനങ്ങളുടെ ആശയവും അഭിലാഷവുമായിരുന്നുവെന്ന് DMF നേതാവ് PK ശശി. ജില്ലയിൽ CPM-നെ തകർത്തത് ജില്ലാ നേതൃത്വമാണെന്നും DMF രാഷ്ട്രീയ ശ്രദ്ധ കേന്ദ്രമായി മാറിയെന്നും അധികാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴി CPM സ്വീകരിച്ചിട്ടും DMF-ലേക്കുള്ള പ്രവർത്തകരുടെ ഒഴുക്ക് തടയാനായില്ലെന്നും PK ശശി. ബംഗാളിൽ CPM തകരാൻ 35 വർഷം വേണ്ടിവന്നെങ്കിൽ കേരളത്തിൽ 10 വർഷം കൊണ്ട് CPM പതനം സംഭവിച്ചെന്നും DMF നേതാവ്. ജില്ലയിൽ ശക്തി തെളിയിച്ച് DMF കൺവെൻഷൻ. മലമ്പുഴ അകമലവാരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് അകമല സ്വദേശി ചന്ദ്രൻ. കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. ചേലക്കര കിള്ളിമംഗലം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാന പരിഭ്രാന്തി പരത്തി. പ്ലാഴി വാഴക്കോട് റോഡിന് സമീപമുള്ള പുരയിടങ്ങളിൽ പ്രവേശിച്ച ആന പനയും തെങ്ങും ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. തൊഴിലാളികളെ അടിമകളാക്കുന്ന ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് CITUവിൻ്റെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ മനുഷ്യച്ചങ്ങല. ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കു നേരെ അന്യായമായി നടക്കുന്ന അധികാരികളുടെ ദുർവിനിയോഗത്തിനെതിരെ DRU CITUവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഷൊർണൂരിൽ. നോയിഡയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും മോദി ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമെതിരെ CITUവിൻ്റെ നേതൃത്വത്തിൽ മണ്ണൂരിലും വാണിയംകുളത്തും മനുഷ്യച്ചങ്ങല. ലഹരിക്കെതിരെ ഒറ്റപ്പാലം മയിലുംപുറം നിവാസികൾ ഒറ്റക്കെട്ട്. ലഹരി വിൽപ്പനക്കാരെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൈകാര്യം ചെയ്യുമെന്നും പോലീസിൽ ഏൽപ്പിക്കുമെന്നും മുന്നറിയിപ്പ്. പ്രദേശത്തെ ലഹരി സംഘങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും ഒരു നാട് ഒറ്റക്കെട്ടായി കൈകോർത്താൽ ഏത് ലഹരി സംഘത്തെയും തുരത്താമെന്നും പ്രദേശവാസികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.